ഷാജി 93-ൽ നമുക്കറിയാം അന്ന് നിങ്ങൾക്ക് 49 സീറ്റ് വരെ കിട്ടുന്നു. അപ്പോൾ അതേ ഒരു സാഹചര്യത്തിലൂടെ അന്ന് പക്ഷേ സവിശേഷമായ സാഹചര്യം മണ്ഡൽ കമ്മീഷൻ പ്രക്ഷോഭമൊക്കെ ഉണ്ടായിരുന്നു. ആ സാഹചര്യങ്ങൾ പലതായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ പല ഫാക്ടേഴ്സ് അഴിമതിക്ക് വേണ്ടി പോരാട്ടത്തിനിറങ്ങിയ കെജ്രിവാളിനെ നിങ്ങൾക്ക് തളയ്ക്കാനായിട്ടുണ്ട്. നല്ല ഒരു മാൻഡേറ്റ് അവിടെ ലഭ്യമായിട്ടുണ്ട്. ഇനി LG-യുമായിട്ട് ഏറ്റുമുട്ടലില്ല, ലഫ്റ്റനന്റ് ഗവർണറുമായി ഏറ്റുമുട്ടാതെ കഴിയാം. അപ്പോൾ ഡൽഹിയുടെ ഫോക്കസ് എന്തായിരിക്കും? പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറയാൻ കഴിയില്ല, നിങ്ങൾ നേരത്തെ ഒരു മുഖ്യമന്ത്രി അങ്ങനെ ഒരു രീതി BJP സംബന്ധിച്ചോളം ഇല്ല. അപ്രതീക്ഷിതമായ പ്രഖ്യാപനങ്ങളാണ് പല ഇടങ്ങളിൽ നമ്മൾ BJP സംബന്ധിച്ച് കാണാറുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഒരു സസ്പെൻസ് മുഖ്യമന്ത്രി സ്ഥാനത്തിലൊക്കെ ഉണ്ടാകുമോ? വനിതയൊക്കെ ഉണ്ടാകുമെന്ന ചർച്ചകളൊക്കെ അങ്ങനെ ആ രീതിയിൽ പുറത്ത് അഭ്യൂഹങ്ങളൊക്കെ കേട്ടിരുന്നു. ഫോക്കസ് എന്തായിരിക്കും? അല്ല, പാർട്ടിയുടെ ഡൽഹി സംസ്ഥാന ഘടകം അവിടുത്തെ പ്രസിഡന്റ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ തരത്തിലുള്ള പ്രഖ്യാപനം അത് കേന്ദ്ര നേതൃത്വം തന്നെയാവും നടത്തുക. പിന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ധാരാളം സ്പെക്കുലേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ആ പേരുകളൊക്കെ തന്നെ പരിഗണിക്കപ്പെടാൻ അർഹതയുള്ളവരാണ്. പിന്നീട് താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ BJPയുടെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഇതിനൊരു തർക്കമോ അല്ലെങ്കിൽ ഇക്കാര്യത്തിലൊരു വലിയ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും BJPയെ സംബന്ധിച്ച് ഈ തീരുമാനത്തിലെത്തുന്നതിന് സാധാരണ നിലയ്ക്കുണ്ടാവില്ല. തീർച്ചയായിട്ടും അതിൻ്റേതായ സമയത്ത്, കൃത്യമായ സമയത്ത് ആ പ്രഖ്യാപനം വരും. പിന്നെ മറ്റൊന്ന് താങ്കൾ സൂചിപ്പിച്ച ഒരു കാര്യം, എനിക്ക് അതിനകത്തൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്, BJPയുടെ ഡൽഹിയിലെ വിജയം എന്ന് പറയുന്നത് താങ്കൾ നേരത്തെ 2-3 കാര്യങ്ങൾ സൂചിപ്പിച്ചു. പക്ഷെ ഞങ്ങളുടെ വിലയിരുത്തൽ വളരെ കൃത്യമായി പറഞ്ഞാൽ നമുക്കറിയാം, ഡൽഹിയിലെ ജനങ്ങൾക്ക് 2 ഗവൺമെൻറ്റുകൾ അനുഭവഭേദ്യമായിട്ടുണ്ട്. അതിലൊന്ന് നരേന്ദ്രമോദിയുടെ കേന്ദ്ര ഗവൺമെൻറ്റാണ്. കാരണം അത് ഡൽഹിയിലെ നമുക്കറിയാം, ഡൽഹിയുടെ പ്രത്യേക സാഹചര്യത്തിൽ. മറ്റൊന്ന് കെജ്രിവാൾ നേതൃത്വം കൊടുത്ത ഗവൺമെൻറ്റുമാണ്. ഇത് തമ്മിലുള്ള താരതമ്യമാണ് കൃത്യമായിട്ട് ഡൽഹിയിൽ നടന്നിട്ടുള്ളത്. ആ താരതമ്യം നടത്തുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ മാർക്ക് നരേന്ദ്രമോദിക്ക് കിട്ടി എന്നുള്ളതാണ് വിജയത്തിൻ്റെ ഒരു ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ, നരേന്ദ്രമോദി ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള അനവധിയായിട്ടുള്ള ക്ഷേമ പദ്ധതികളുണ്ട്. അത് ജനങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. മൂന്നാമതൊരു കാര്യം, ഈ അഴിമതിക്കെതിരെയുള്ള കൃത്യമായിട്ടുള്ള വിലയിരുത്തലാണ്. പിന്നെ മറ്റൊന്ന്, ഇന്ത്യ മുന്നണിയെ പറ്റിയിട്ട് പറയുന്നു. പണ്ട് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ച എന്തെല്ലാം ഈ വെൽഫെയർ പദ്ധതികളാണോ അതിനെതിരെയൊക്കെ നിങ്ങൾ കോടതിയിലേക്ക് വരെ പോയതാണ്. അതിനെതിരെ ഇത് ഫ്രീ ബീസ് കൊടുത്ത് വോട്ട് വാങ്ങുന്നു എന്ന് കടുത്ത ആരോപണം ഉന്നയിച്ച പാർട്ടിയാണ് BJP. പക്ഷേ ഇത്തവണ BJP എന്താണ് ഡൽഹിയിൽ ചെയ്തത്? എന്താണോ ആം ആദ്മി പാർട്ടി ചെയ്തുകൊണ്ടിരുന്നത് അതിന് ഒരു പടി പോലും മുന്നോട്ട് പോയാണ് ഈ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചത്. കാരണം ഈ സബ്സിഡി പോലും ബാലികറാമല എന്ന് കാണുന്ന ഒരു സർക്കാരാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചുള്ള അങ്ങനെ വെൽഫെയർ മാത്രം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മുന്നിട്ട് ഇറങ്ങിയ പ്രചാരണം കൊടുത്തവരാണ് നിങ്ങൾ. അല്ല, ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നതിന് മുൻകാല ഗവൺമെൻറ്റിൻ്റെ തുടർച്ച തന്നെയാണ്. മുൻകാല ഗവൺമെൻറ്റുകൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ തുടരാനുള്ള ബാധ്യത തുറന്നു വരുന്ന ഗവൺമെൻറ്റിനുണ്ട്, അതിനകത്തൊന്നും ഒരു സംശയമില്ല. പക്ഷേ പലപ്പോഴും പല കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ നടന്നിട്ടുള്ള അഴിമതിയും അതിൻ്റെ നടത്തിപ്പിലുണ്ടായിട്ടുള്ള വലിയ ക്രമക്കേടുകളൊക്കെയുണ്ട്. ഇതൊക്കെ തന്നെ നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉയർത്തിക്കാട്ടാറുള്ളൂ. ഏതൊരു പാർട്ടി ആയാലും ഏതൊരു ഗവൺമെൻറ് ആയാലും ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരു പദ്ധതിയും ആർക്കാ തള്ളിക്കളയാൻ വേണ്ടിയിട്ട് സാധിക്കുക? അപ്പോൾ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അതല്ലല്ലോ ജനങ്ങളോട് പറയുന്നത്. അവരിതിൻ്റെ പേര് പറഞ്ഞ് നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ഇത് പറഞ്ഞ് അധികാരത്തിൽ വന്നതിന് ശേഷം അതിൽ നിന്നും പിന്നോട്ട് പോയ കാര്യങ്ങളാണ് നമ്മൾ ജനങ്ങളോട് സംസാരിക്കുക. അതിന് ജനങ്ങൾ മാൻഡേറ്റ് കൊടുക്കുമ്പോൾ അവരുടെ അംഗീകാരം കൊടുക്കുന്നത് കൊണ്ടാണല്ലോ BJPക്ക് അവിടെ ജയിച്ച് കയറാൻ സാധിച്ചത്. അതുകൊണ്ട് ഞാൻ ഇപ്പം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണോ ഈ ആം ആദ്മി പാർട്ടി ഗവൺമെൻറ് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗവൺമെൻറ് തുടർച്ച എന്നുള്ളത് അതൊക്കെ തന്നെ തുടരും, അതിനകത്തും ഒരു സംശയമില്ല. പക്ഷേ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. ഇന്ത്യ മുന്നണിയെ പറ്റി പറഞ്ഞതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്ത്യ മുന്നണിയെ പറ്റിയിട്ട് ഇപ്പോഴും വലിയ തോതിൽ ചർച്ച ചെയ്യുക. എപ്പോഴാണ് ഈ ഡൽഹിയിൽ ഇന്ത്യ മുന്നണിയായിട്ട് മത്സരിച്ചിട്ടുള്ളത്? ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും രണ്ടല്ലേ? അപ്പോൾ ഇന്ത്യ മുന്നണി എന്നുള്ളത് ചാവിളയായിട്ട് നമ്മുടെ നാട്ടിൽ കുറേ കാലമായിരുന്നു, ഇപ്പോഴൊന്നും അല്ല. ഇപ്പോൾ തന്നെ ഡൽഹിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഫറൂഖ് അബ്ദുള്ളയുടെ പാർട്ടി, അതേപോലെ തന്നെ SP, അതേപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പാർട്ടി, ഇവരൊക്കെ തന്നെ ആം ആദ്മി പാർട്ടിയോട് ചേർന്ന് നിൽക്കുക. അവിടെ കോൺഗ്രസ് വിഘടിച്ച് വേറെ മാറി നിൽക്കുകയാണ്. അതിലെ വേറൊരു ഘടകകക്ഷിയാണല്ലോ, നമ്മളതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന കൂടിയില്ല. ഇടതുപക്ഷം, കേരളത്തിലെ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികളുണ്ട്. ഇവരാർക്കാ വോട്ട് ചെയ്തതെന്ന് തന്നെ അറിയില്ല. അതിനിപ്പോൾ കാരാട്ടിനോട് ചോദിച്ചാൽ പോലും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് അക്കാര്യത്തിൽ നിലപാടുണ്ടായിരുന്നു എന്ന് പോലും ആർക്കും അറിയില്ല. അത് സത്യത്തിൽ കേരളത്തിൽ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണത്. അപ്പോൾ ഇടതുപക്ഷ പാർട്ടികളായാലും ശരി, കോൺഗ്രസ് ആയാലും ശരി, ഇന്ത്യ മുന്നണിയിലെ ഏത് ഘടകകക്ഷികളാണ് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞ സമീപകാലത്ത് ഏത് തെരഞ്ഞെടുപ്പിൽ ഇവർ മത്സരിച്ചു? കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നോക്കൂ.
വെറും BJP വിരോധം കൊണ്ട് തട്ടിക്കൂട്ടിയ ഒരു മുന്നണിക്കപ്പുറത്ത് ആ മുന്നണിക്ക് എന്ത് പ്രസക്തിയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ? ഈ അവസാന തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുപാട് ആരോപണച്ചരങ്ങൾ അത് എതിർശേരിയിൽ നിന്നും ഇന്ത്യ മുന്നണിക്ക് അകത്ത് നിന്നും കോൺഗ്രസിന് നേരെയും ആപ്പിന് നേരെയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും.